നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. രേഖകളൊന്നും വേണ്ടാതെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ വായ്പ നൽകുന്ന സംവിധാനം. ഇങ്ങനെയാണ് പൊതുവെ മൈക്രോ ഫിനാൻസിംഗ് സംവിധാനങ്ങളെക്കുറിച്ച് സാധാരണക്കാർക്ക് അറിയാവുന്നത്. സർക്കാർ അംഗീകൃതമായ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ കിട്ടാൻ മാസങ്ങളോളം കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള അവസ്ഥകൾക്കിടയിൽ ഇത്തരത്തിലൊരു സംവിധാനം അത് സാധാരണക്കാർക്ക് ഒരു സൗകര്യമായി മാറാറുണ്ട്. എന്നാൽ ഇതേ സൗകര്യം പലപ്പോഴും സാധാരണക്കാരുടെ ജീവന് പോലും പ്രശ്നമായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതെ, സാധാരണക്കാരന്റെ ജീവന്റെ വിലയാണ് നിമിഷ നേരം കൊണ്ട് പാസ്സാകുന്ന ഇത്തരം ലോണുകൾ നൽകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്തായി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള ആത്മഹത്യാ കണക്കുകളിൽ പകുതിയിലധികം ആളുകളുടെയും മരണകാരണമായി പറയുന്നത് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ കാരണമാണ്. മൈക്രോ ഫിനാൻസിംഗ് സംവിധാനവും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കടക്കെണിയും. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 12 മരണങ്ങളാണ് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ മൈക്രോ ഫിനാൻസ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള കടബാധ്യതയുടെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലെ അവസ്ഥയും തികച്ചും വ്യത്യസ്തമല്ല. പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമാണ്. പാലക്കാട് മൈക്രോ ഫിനാൻസ് സംഘങ്ങൾക്ക് വായ്പ നൽകാനെന്ന പേരിൽ 3 കോടി രൂപ ബാങ്ക് വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ ദമ്പതികളെ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സംഭവം ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ട കേസടക്കം ഇതിന് ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കിയിൽ പാതി വിലയിൽ സ്കൂട്ടർ വാഗ്ദാനം ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ തൊടുപുഴ കുടയതൂർ സ്വദേശി അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സാമൂഹിക ഉന്നമനം ലക്ഷ്യം വച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നതായിരുന്നു സീഡ് സൊസൈറ്റിയുടെ പ്രചാരണം. ഇത്തരത്തിലുള്ള പലതരം തട്ടിപ്പുകളാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പിനിരയാകുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികൾ തന്നെയാണ്. ദിനം പ്രതി ഇതിന്റെ എണ്ണം കൂടി വരികയുമാണ് ചെയ്യുന്നത്. MFIN ഡാറ്റ പ്രകാരം 2024 മാർച്ച് 31 കണക്കനുസരിച്ച് മൈക്രോ ഫിനാൻസ് വ്യവസായത്തിന് 4.33 ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് പോർട്ട്ഫോളിയോയിൽ നൽകിയിട്ടുള്ളത്. MFIകൾക്ക് 149 ദശലക്ഷം സജീവ വായ്പ അക്കൗണ്ടുകളും 78 ദശലക്ഷം വായ്പക്കാരുമാണുള്ളത്. ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസ് വായ്പകളിൽ ഏകദേശം 99% താഴ്ന്ന വരുമാനത്തിലുള്ള കുടുംബങ്ങളിലെ സ്ത്രീകളാണ് എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. ഒരു തിരിച്ചറിയൽ കാർഡിന്റെ പുറത്ത് നിമിഷ നേരത്തിനുള്ളിൽ പണം കിട്ടുന്നു എന്നതാണ് ഇത്തരം കടമെടുപ്പിലേക്ക് ഇവരെയൊക്കെ ആകർഷിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വായ്പകളുടെ തിരിച്ചടവിന്റെ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം പോലും അവരെ ഭീമമായ കടത്തിലേക്ക് എത്തിക്കുകയാണ്. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അപ്പുറത്തുള്ള കടം തന്നെയാണ്. അങ്ങനെ പലരും കടക്കാരായി മാറുന്നു, അത് ആത്മഹത്യയിലേക്ക് പോകുന്നു. കർണാടകയിൽ ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതിന്റെ ലൈസൻസ് ഇല്ലാത്തതും രജിസ്റ്റർ ചെയ്യാത്തതുമായിട്ടുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ലോൺ തിരിച്ചടക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള നിയമങ്ങളും ഉത്തരവുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ചെറുകിട കർഷകർ തുടങ്ങിയവർക്ക് ഇത് ഒരു ആശ്വാസമാകുന്ന നടപടി തന്നെയാണ്. രജിസ്റ്റർ ചെയ്യാത്ത മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്ത് ബാധ്യത താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്നു, അതിന്റെ എണ്ണം കൂടുന്നു എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് കർണാടക സർക്കാർ ഇങ്ങനെയൊരു പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കേസുകൾ ഒരു സിവിൽ കോടതിയും സ്വീകരിക്കില്ല എന്നും കർണാടക അറിയിച്ചിരിക്കുകയാണ്. ഇത്തരം കെട്ടിക്കിടക്കുന്ന എല്ലാ കേസുകളുടെയും നടപടികൾ അവസാനിപ്പിക്കുമെന്നും ഓർഡിനൻസിൽ പറയുന്നുണ്ട്. എന്നാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെയും ഓർഡിനൻസ് ബാധിക്കുമോ എന്നത് ഇതുവരെ വിദഗ്ധർ വ്യക്തമാക്കിയിട്ടില്ല. പുതിയ ഓർഡിനൻസ് രജിസ്റ്റർ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലോൺ റിക്കവറിയെയും ബാധിക്കുമെന്നും കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്നുമൊക്കെയാണ് കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കർണാടകയെ സംബന്ധിച്ച് ഈ മൈക്രോ ഫിനാൻസിംഗ് ചെറിയൊരു രീതിയിലെങ്കിലും സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാകുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ അതല്ല. ഇപ്പോഴും ഇവിടെ പലയിടങ്ങളിലും മൈക്രോ ഫിനാൻസിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാധാരണക്കാരാണ് ബുദ്ധിമുട്ടുന്നത്. അവർ ഇനി ഇത്തരം പ്രശ്നങ്ങളിലേക്ക് തലവെച്ചു കൊടുക്കാതിരിക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. കരുതൽ വേണ്ടത് തന്നെയാണ്.